നമസ്കാരം. ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണിയിൽ നേട്ടം തുടരുകയാണ്. നിഫ്റ്റി 20,300 എന്ന നിർണായക നിലവാരം മറികടന്നു. ഇതോടെ 3 മാസത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്കാണ് നിഫ്റ്റി സൂചിക എത്തിച്ചേർന്നത്. PC ബാങ്ക് ഓഹരികളിൽ നിന്നൊരു മുന്നേറ്റം കാണാനായി മെറ്റൽ ഓഹരികളിൽ തളർച്ച നേരിട്ടു. ഇതിനിടയിൽ US ഫെഡറൽ റിസർവ് തീരുമാനം ഇന്ന് അർദ്ധരാത്രിയിൽ വരും. ഇതിൻ്റെ ഒരു പ്രതികരണവും നാളെ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ വിപണിയെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ, വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ, നാളെ അല്ലെങ്കിൽ വ്യാഴാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ, ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമുക്ക് ആദ്യം ബുധനാഴ്ചത്തെ ഒരു ഇന്ത്യൻ വിപണിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായി 2ാം ദിവസവുമാണ് ആഭ്യന്തര വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു പോസിറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഒരു ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു മുന്നേറ്റം പ്രകടമാക്കി. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഒരു നാരോ റേഞ്ച് ഒരു ചെറിയ പരിധിക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് കാണാൻ. അതായത് ഒരു മാർക്കറ്റിൻ്റെ ഒരു ക്ലോസിംഗ് വരെ കാണാൻ അത് നീണ്ടു നിന്നു. ഇതിനിടയിൽ ഒരു ഇൻട്രാഡേ ഡിപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും അത് കറക്റ്റ് ഒരു സപ്പോർട്ട് ആർജിച്ചും തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഇന്ന് പ്രധാന ഓഹരി സൂചികൾക്ക് നേട്ടത്തോടെ തന്നെ തുടർച്ചയായി 2ാം ദിവസം ക്ലോസ് ചെയ്യാൻ സാധിച്ചു. NSEയുടെ മുഖ്യ സൂചിക നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 91 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 0.36% വർധനയോടെ 27,330 എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി. നോക്കുകയാണെങ്കിൽ ജൂൺ 7-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് ആണിത്. അതായത് 3 മാസത്തിന് പുറത്തുള്ള ഒരു ഉയർന്ന ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായി നോക്കുകയാണെങ്കിൽ BSEയുടെ മുഖ്യ സൂചിക സെൻസെക്സിൽ 313 പോയിൻ്റ് നേട്ടം രേഖപ്പെടുത്തി 0.38% വർധനയോടെ 82,694 എന്ന നിലവാരത്തിലാണ് BSE സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സമാനമായി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിന്നൊരു മുന്നേറ്റം കാണാതെ PC ബാങ്ക് ഓഹരികളുടെ ഒരു മുന്നേറ്റമാണ് എന്നെ സഹായിച്ചത്. 346 പോയിൻ്റ് അല്ലെങ്കിൽ 0.63% വർധനയോടെ 55,493 എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഇന്ന് വിപണി നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ഒരു പ്രതീക്ഷകൾ വീണ്ടും സജീവമാണ്. അല്ലെങ്കിൽ ഇന്ത്യ US തമ്മിലുള്ള ഒരു വ്യാപാരത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ലഭിച്ചതിൻ്റെ ആ ഒരു പശ്ചാത്തലം ഇന്ത്യൻ വിപണിയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജന്മദിന സന്ദേശമായി ട്രംപ് അദ്ദേഹത്തിന് കൈമാറിയ കുറിപ്പിലും ഡിയർ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചതും കാര്യങ്ങളോട് പോസിറ്റീവ് പ്രതികരിച്ചുമൊക്കെ ശ്രദ്ധേയമായിരുന്നു. ഈ ട്രംപിൻ്റെ മെസ്സേജിനോട് മോദി പ്രതികരിച്ചും വളരെ ശ്രദ്ധേയമായി. ഇന്ത്യ US ഒരു അടുത്ത സുഹൃത്തുക്കളാണെന്നും ഒരു നാച്ചുറൽ പാർട്ട്നേഴ്സ് ആണെന്നും എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിച്ചതും മാർക്കറ്റിൽ ഒരു കോൺഫിഡൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെ ഉറ്റുനോക്കുന്ന ഇന്ത്യ US ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് അല്ലെ ഉഭയകക്ഷി വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കോൺഫിഡൻസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണ നേതൃത്വത്തിൽ നിന്ന് വരുന്നത് ഒരു പോസിറ്റീവായിട്ട് മാർക്കറ്റ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഈ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് US ഫെഡറൽ റിസർവിൻ്റെ യോഗം പൂർത്തിയായി. പ്രഖ്യാപനം വരുന്ന ഇന്ത്യൻ മാർക്കറ്റിന് ശേഷമായാലും നാളെ ആയിരിക്കും ഇന്ത്യൻ വിപണികളിൽ അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുക. ഇന്ന് അർദ്ധരാത്രിയോടെ ആയിരിക്കും. അവിടുത്തെ പ്രാദേശിക സമയം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് അർദ്ധരാത്രിയോടെ ആയിരിക്കും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 25 BPS അല്ലെങ്കിൽ 4% പലിശ നിരക്കിൽ കുറവ് വരുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റിനുള്ളത്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പ്രൈസ് ഡിൻ ആണ്. അതുകൊണ്ട് തന്നെ US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ കമൻട്രികൾക്കായിരിക്കും ഇനി മുന്നോട്ട് ഒരു പ്രതീക്ഷയോടെ നോക്കേണ്ടത്. അതുപോലെ തന്നെ ട്രേഡ് താരിഫിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങളുമായിട്ട് US നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് US എക്കണോമിക്ക് എത്രയുണ്ട്, അല്ല അത്തരം എക്കണോമിയുടെ പെർഫോമൻസിനെ കുറിച്ച് നൽകുന്ന അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾക്കും 25 BPS എന്നുള്ള ഒരു റേറ്റിലാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതെങ്കിൽ മാർക്കറ്റ് യോഗത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കമൻട്രി അല്ലെങ്കിൽ പ്രസ് മീറ്റിലെ പ്രസ്താവനകൾക്കായിരിക്കും പ്രാധാന്യം. എന്തായാലും 25 BPS പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മാറ്റം വന്നാലും അത് റേറ്റ് അൺചേഞ്ച്ഡ് ആണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഷോർട്ട് ടൈം ഒരു വോൾട്ടാലിറ്റിക്കുള്ള ട്രിഗർ നൽകും. പക്ഷേ അതൊരു വളരെ സാധ്യത കുറഞ്ഞിട്ടുള്ള ഒരു പ്രോബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് പോവുക എന്ന് പറയുന്ന FOMCയുടെ ഭാഗത്തു നിന്നും. മറിച്ച് 50 BPS 6% ഒറ്റയടിക്ക് കുറവാണ് വരുത്തുന്നതെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം സർപ്രൈസ് ആണ്. ഒരു പോസിറ്റീവ് മുന്നേറ്റത്തിന് വഴി തെളിക്കും. പ്രത്യേകിച്ച് FISനെ സെല്ലിങ്ങിനെ കുറയ്ക്കുന്ന ഘടകമായി മാറും. എന്തായാലും US ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നുള്ള പലിശ നിരക്ക് കുറച്ചേക്കുന്നുള്ള പ്രതീക്ഷകൾ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് FIS സെല്ലിംഗ് സൈഡിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും.
എന്തായാലും ഇനി വരുന്ന വർഷങ്ങളിൽ അടുത്തൊരു വർഷക്കാലയളവിൽ എത്രത്തോളം ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രസ്താവനകൾക്കും മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും US ഫെഡറൽ റിസർവ് നിരക്കുകൾ കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ ഇന്ത്യൻ വിപണിയെ ഇന്ന് മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ്. മൂന്നാമതായിട്ട് നോക്കുവാണെങ്കിൽ US ഡോളറിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പം രൂപയ്ക്ക് ഇന്ന് കഴിഞ്ഞ 3 ആഴ്ചകൾക്കിടയിൽ നോക്കുമ്പം രൂപയ്ക്ക് ഒരു മികച്ച ഓപ്പണിംഗ് US ഡോളറിനെതിരെയായിട്ടുള്ള വിനിമയ നിരക്കിൽ നോക്കുമ്പോൾ രൂപയ്ക്ക് ഒരു മികച്ചൊരു ഓപ്പണിംഗ് ആണെന്ന് കാണാനായത് 88 നിലവാരത്തിന് താഴെയാണെന്ന് ബുധനാഴ്ചത്തെ ട്രേഡിൽ ഓപ്പൺ ചെയ്ത് അങ്ങനെ 87-82 എന്നുള്ള നിലവാരത്തിൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ 87.84 രൂപ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫെഡറൽ FOMC മീറ്റിങ്ങിൻ്റെ ഔട്ട്കമ്മിന് വേണ്ടി, അതായത് US ഫെഡറൽ റിസർവ് റേറ്റ് കുറയ്ക്കുന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് അവിടെ US ഡോളറിനെ വീക്കനാക്കുന്നത്. അപ്പോൾ ആ US ഡോളറിന് ഒരു ശക്തി ക്ഷയിക്കുന്നത് രൂപയ്ക്ക് ശക്തി മൂല്യം വർദ്ധിപ്പിക്കാനും ഒരു ഇടയാക്കി. US ഡോളർ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. 96 മാർക്കിൻ്റെ താഴേക്ക് US ഡോളർ ഇൻഡെക്സ് പോയിട്ടുണ്ട്. അപ്പോൾ അതും FOMC ബന്ധപ്പെട്ടുള്ള നിഗമനങ്ങളൊക്കെ തന്നെയാണ് അതിനെ ആ രീതിയിൽ നയിക്കുന്നത്. പക്ഷേ എന്തായാലും US ഡോളർ വീക്ക്നെസ് ഇന്ത്യയെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമാണ്. പ്രത്യേകിച്ച് FI സെല്ലിംഗ് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡോളർ കൂടുതൽ വീക്കനാകുകയാണെങ്കിൽ അത് FIസിൻ്റെ സെല്ലിങ്ങിനെയൊക്കെ പിന്നോട്ടടിക്കുന്ന ഒരു ഘടകമായി മാറും. അപ്പോൾ എന്തായാലും ഒരു US ഡോളറിൻ്റെ ഒരു വീക്ക്നെസ്സും ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് മുന്നോട്ട് നയിച്ച ഘടകങ്ങളൊന്നായി മാറിയിട്ടുണ്ട്. ഇനി വീണ്ടും ബ്രോഡർ മാർക്കറ്റിന് ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ഇന്നൊരു പോസിറ്റീവിലാണ് ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. NSEൽ നിന്ന് 3177 ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ 1763 ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. നഷ്ടം രേഖപ്പെടുത്തി 1313 ഓഹരികളാണ്. അതായത് അഡ്വാൻസ്ഡ് റേഷ്യോ നോക്കുമ്പോൾ ബുൾസിന് താരതമ്യേന ഫേവറബിളായിട്ടാണ് നിന്നത്. ഇന്ന് 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയ ഒരു നിലവാരം കുറിച്ചത് 84 ഓഹരികളാണ്. 52 വീക്ക് ലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയ ഒരു താഴെ നിലവാരം കുറിച്ച് 24 ഓഹരികളാണ്. അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് 107 ഓഹരികളാണ്. ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ 52 ഓഹരികളും ക്ലോസിംഗ് രേഖപ്പെടുത്തി. NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസസുകളായ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 ഇവയെല്ലാം 4% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചിയുടെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു, 0.08% വർധന. അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചിയായിട്ട് ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ വിക്സ് ഇന്ന് 0.5% താഴ്ന്ന് 10.25 നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഘട്ടത്തിൽ 10 താഴേക്കും പോയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം. അതൊരു മാർക്കറ്റിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ്. ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണെന്ന് കാണാനായത്. പക്ഷേ നിഫ്റ്റി PSU ബാങ്ക് സൂചിക മികച്ച ഒരു മുന്നേറ്റമാണെന്ന് കൈവരിച്ച് 2.61%, അതായത് 2.5%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ഓട്ടോ, IT, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ 0.5%-ലേറെയുള്ള നേട്ടം കുറിച്ചിട്ടുണ്ട്. നിഫ്റ്റി റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക്, മീഡിയ തുടങ്ങിയ സെക്ടർ ഇൻഡിസസുകൾ 0.5%-ലേറെയുള്ള നേട്ടവും 0.5%-ലേറെയുള്ള നേട്ടവും രേഖപ്പെടുത്തി. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹെൽത്ത് കെയർ, ഫാർമ, FMCG തുടങ്ങിയ സെക്ടർ സൂചികളൊക്കെ ഒരു 0.5%-ഓളമുള്ള നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകരിൽ നിന്നും 990 കോടി രൂപയുടെ ഓഹരികൾ വിറ്റുമാറിയത് NSEൽ നിന്ന് മാത്രമുള്ള കണക്കുകൾ കാണിക്കുന്നു. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലാഭേതര നിക്ഷേപ സ്ഥാപനങ്ങൾ 2205 കോടി രൂപയുടെ ഒരു ബൈയിങ് നടത്തിയായിട്ട് കാണാം. ഇത് NSEയുടെ മാത്രം കണക്കുകളാണ്. ഇനി വിപണിയിൽ അല്ലെങ്കിൽ വിപണിയുടെ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നലത്തെ ഒരു മുന്നേറ്റത്തിന് പിന്നാലെ ഒരു നിർണായക റെസിസ്റ്റൻസ് മറികടന്നുള്ളൊരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റിയിൽ, അതായത് ബുധനാഴ്ചത്തെ ഒരു നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കിയാലും കാണാം, അല്ലെങ്കിൽ നേട്ടം ആവർത്തിച്ചു എന്ന് കാണാം. ഒരു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് കിട്ടിയത്. അതിനുശേഷം തുടക്കത്തിൽ ഒരു മുന്നേറ്റം കാണാനായി. അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് നിഫ്റ്റിയിൽ കാണാനായത് ക്ലോസിംഗ് സെഷൻ വരെ നോക്കുമ്പോൾ. ഇതിനിടയിൽ ഇൻട്രാ ഡിപ്പുകളൊക്കെ ബുൾസ് അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് നിലവാരത്തിൽ നിന്ന് പിന്തുണ അറിയിച്ച് മുന്നോട്ട് വരാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിഫ്റ്റിക്ക് 91 പോയിൻ്റ് നേട്ടത്തോടെ 25,330 ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അപ്പം ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ റീസണബിൾ ഒരു ബുൾ ക്യാൻഡിലാണെന്ന് ഫോം ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ തുടരുന്ന അതായത് അപ് ട്രെൻഡ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സൂചനകളാണ് നൽകുന്നത്. റെസിസ്റ്റൻസുകൾ ഒന്നൊന്നായി മറികടക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രീവിയസ് സ്വിംഗ് ഹൈയുടെ മുകളിലാണ് നിഫ്റ്റി തുടർച്ചയായി സസ്റ്റെയിൻ ചെയ്യുന്നതും എന്ന് ശ്രദ്ധേയം. ഒരു ഫോളോ ബൈങ് കാണാനാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനറലി സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് സിഗ്നലാണ്.
പിന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ ഇന്ന് ഇന്ത്യ വിക് സൂചി ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ 10 നിലവാരത്തിന് താഴേക്ക് വീണ് പോയിരുന്നു. അപ്പോൾ അതൊരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്നതിൻ്റെ ഒരു സാധ്യതയാണ്. അപ്പോൾ തൊട്ട് മുന്നിലും അധികം വോളറ്റാലിറ്റിയിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു സൂചനയാണത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് ഒരു പോസിറ്റീവായിട്ട് തന്നെ തുടരും. അതായത് നിഫ്റ്റിയുടെ 21 ഡേ EMA അല്ലെങ്കിൽ 24,900 എന്ന നിലവാരത്തിന് മുകളിൽ തുടരുന്നിടത്തോളം മാർക്കറ്റ് പോസിറ്റീവായിട്ട് തുടരും, നിഫ്റ്റി പോസിറ്റീവായിട്ട് തുടരുമെന്ന് കരുതാം. 24,900 കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് തുടരുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത റെസിസ്റ്റൻസ് 25,400-ഉം 25,500-ഉമാണ്. 25,500 എന്ന നിലവാരത്തിന് മുകളിൽ ഒരു ഡിസിസീവായിട്ട് മൂവ് നടത്തുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു 400-500 പോയിൻറ്റും കൂടെ നിഫ്റ്റിക്ക് മുന്നേറാനുള്ള വഴി തെളിയും. അപ്പോൾ 25,400, 25,500 നാളെ നിർണായകം. അതിൽ 25,500 മുകളിൽ ഒരു ക്ലോസിംഗ് ഡിസിസീവായിട്ട് മുന്നേറാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾക്കുള്ള വഴി തെളിക്കുന്നതാണ്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ 25,050, 25,150 ഇതാണ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ. അതിൽ ആദ്യത്തെ 25,150 ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഫാക്ടേഴ്സൊന്നും ഇല്ലാത്തതിന് ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയായിരിക്കും മാർക്കറ്റിനെ തുടർന്നും സ്വാധീനിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം US ഫോട്ടോസിൻ്റെ തീരുമാനം വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിരിക്കും വിപണിയുടെ ഗതി തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ വാർത്തകൾ വിടാതെ പിന്തുടരുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. 25 BPS അല്ലെങ്കിൽ 40% ഒരു പലിശ നിരക്കാണ് കുറയ്ക്കുന്നതെങ്കിൽ അതിനുശേഷമുള്ള ജെറോം പവലിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ പ്രസ്താവനകൾക്കായിരിക്കും പ്രാധാന്യം. തുടർന്ന് വരുന്ന ഈ ഒരു വർഷം ഇനി എത്രത്തോളം റേറ്റ് കട്ടുകൾ ഉണ്ടാകും എന്നുള്ളതും US എക്കണോമിയെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളൊക്കെ ആയിരിക്കും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് തീരുമാനിക്കുക. അതായത് 40% നിരക്ക് കുറയ്ക്കുന്നതെങ്കിൽ. മറിച്ചാണെങ്കിൽ റേറ്റ് അൺചേഞ്ച്ഡ് ആണെങ്കിൽ മാർക്കറ്റ് എസ്എംഇ നെഗറ്റീവാണ്. 50 BPS അല്ല 0.5% കട്ടാണ് വരുന്നതിൽ മാർക്കറ്റ് എസ്എംഇ വളരെയധികം പോസിറ്റീവാണ്. ഇത്രയാണ് സൂചിപ്പിക്കാനുള്ളത്. ഫെഡറൽ റിസർവിൻ്റെ ഒരു തീരുമാനം എന്തായാലും വിടാതെ പിന്തുടരുക. അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമില്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഏവർക്കും നാളെ നല്ല ദിനമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.